റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട്. റിനു, ഇവിടെ അവർ വെറുതെ പറയുന്നതല്ല. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു സമിതിയെ വെക്കുകയും ഈ പറയുന്ന അർഹിക്കുന്ന ശമ്പളം കൊടുക്കണമെന്ന് സമിതി കണ്ടെത്തുകയും ചെയ്തതാണ്. അത് നടപ്പാക്കിയാൽ മതി എന്നാണ് അവരുടെ ആവശ്യം. റിനു, തീർച്ചയായും ഹാഷ്മി, സെക്രട്ടേറിയറ്റിലേക്കുള്ള UNAയുടെ സംസ്ഥാന നേതാക്കളടക്കമുള്ള അല്ലെങ്കിൽ ദേശീയ നേതാക്കളടക്കമുള്ളവരുടെ പ്രതിഷേധ സമരം മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധസ്മാരകത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്ന ഏകദേശം 490 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരാണെന്ന് പണിമുടക്കി ഇറങ്ങിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ 1% മാത്രമാണ് ഇന്ന് ജോലിയിൽ ഇവർ പ്രവേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ അത്യാഹിത വിഭാഗത്തിലും ഒപ്പം വാർഡിലെ ഡ്യൂട്ടിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പ്രധാനമായി സുപ്രീം കോടതി വരെ ഇടപെട്ട ഒരു കേസാണ്, പഠനങ്ങൾ നടത്തിയതാണ്. എന്താണ് ഇതിൽ നിങ്ങൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്? 7 വർഷമായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നു. പലവട്ടം പല ചർച്ച 2023 മുതൽ തുടങ്ങിയ ചർച്ചയാണ്. 1333 രൂപ ദിവസവേതനം നടക്കണമെന്നാണ് സുപ്രീം കോടതി 2016 പറഞ്ഞുള്ളത്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത്. ഈ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് സമരം ചെയ്യുന്നത്. 2018 ഏപ്രിൽ 21 അവസാനമായിട്ട് ഈ മേഖലയിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു രൂപ പോലും ഈ മേഖലയിൽ കൂട്ടിയിട്ടില്ല. 2018 ശേഷം 300% ചികിത്സാ ഫീസ് വർദ്ധിപ്പിച്ചത്. വലിയ വൻകിട കോർപ്പറേറ്റ് കുത്തകളിയ മേഖലയിലേക്ക് കടന്നു വന്നു. എന്നിട്ടും ശമ്പളം പരിഷ്കരിക്കാൻ തയ്യാറായിട്ടില്ല. സർക്കാരിന് ഒരു രൂപ പോലും ബാധ്യമില്ലാത്ത വിഷയമാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണം. അത് പ്രഖ്യാപിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷേ കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള ഒരു പ്രതിഷേധ മാർച്ചിൽ അവസാനിപ്പിക്കുകയാണോ, മറ്റെന്തെങ്കിലും തീരുമാനമുണ്ടോ? അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണെന്ന്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുടരണമോ വേണ്ടമോ എന്ന് ഇന്ന് വൈകുന്നേരത്തെ കൺവെൻഷന് ശേഷമാണ് ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും ആളുകൾ ഒരാഴ്ചത്തെ വസ്ത്രങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നത് വൈകുന്നേരം തീരുമാനിക്കും. ഇങ്ങനെയാണ് ഹാഷ്മി, വെറുമൊരു പ്രതിഷേധ മാർച്ച് മാത്രമല്ല, ഇവർ സംസ്ഥാന സമിതി യോഗം കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നവർ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ എന്നുള്ളതാണ് ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജാസ്മിൻ ഷാ പറയുന്നത്. ഒരാഴ്ചത്തെ വസ്ത്രമടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു രാപ്പകൽ സമരത്തിലേക്ക് ഉൾപ്പെടെ പോകും. സംസ്ഥാന സർക്കാരാണ് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടുന്നത്. അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. എന്തായാലും വനിതാ നഴ്സുമാരടക്കം ഈ സമരത്തിലുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം? അടിസ്ഥാന ശമ്പളം 40,000 ആക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. സമരവുമായി മുന്നോട്ട് പോകും. സമരവുമായിട്ട് ഇന്ന് തീരുമാനമായില്ലെങ്കിൽ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സർക്കാർ ഒരു തീരുമാനം അറിയിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് തുടർന്ന് സമരം ചെയ്യാൻ തന്നെയാണോ? വൈകുന്നേരം വരെ സർക്കാരിന്റെ തീരുമാനം വന്നില്ലെങ്കിൽ മാക്സിമം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തീരുമാനമായിട്ടേ മടങ്ങുന്നുള്ളൂ. എന്തായാലും ഹാഷ്മി, ഇവർ പറയുന്നത്, ഹാഷ്മി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യമാണ് ഇവരുടെ, അനാവശ്യ സമരമല്ല. ഇത് ഒട്ടേറെ അനാവശ്യ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവരുടെ സമരം ആവശ്യമാണ്. വർഷങ്ങൾ കൊണ്ട് ഇവർ ആവശ്യപ്പെടുന്നതാണ്. അടിസ്ഥാന ശമ്പളമെങ്കിലും ഇവർക്ക് വർദ്ധിപ്പിക്കണമെന്നത്. തുച്ഛമായ വേതനം വാങ്ങിയാണ് സ്വകാര്യ ആശുപത്രികളിൽ ഇവർ ജോലി ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അധികൃതർ പറയുന്നത് സർക്കാർ ഇതിലൊരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ്. സർക്കാർ അടിയന്തരമായി ഇതിലൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സമരക്കാരും പറയുന്നത്. കാരണം കമ്മീഷൻ ഉൾപ്പെടെ നിരവധി പഠനങ്ങൾ നടത്തിയതാണ്, നിരവധി കമ്മീഷൻ ഇതിൽ ഇടപെട്ടതാണ്, സുപ്രീം കോടതി ഇടപെട്ടതാണ്, ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിലവിൽ സർക്കാർ അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമരം ശക്തമാക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും 40,000 അടിസ്ഥാന വേതനം എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് കിട്ടണം. 1,000 രൂപ ഒരു നഴ്സ് അർഹിക്കുന്നില്ലേ? നമ്മൾ ചോദിക്കുന്നത് 1333 രൂപ ദിവസവേതനമാണ്. അതിന് അർഹരാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച നഴ്സസ് ആണ് ഈ തെരുവിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് അർഹരാണ് ചോദിച്ചാൽ അവർ ചെയ്യുന്ന ജോലിക്ക്, ചെയ്യുന്ന കഷ്ടപ്പാടിന്, ചെയ്യുന്ന അധ്വാനത്തിന് ആ തുകയ്ക്ക് അവർ 100% അർഹരാണ്. മാത്രമല്ല 2023 UN ഒരു വലിയ സമരം നടത്തിയതാണ്. അന്ന് ശമ്പളം പരിഷ്കരിക്കാം എന്ന ഉത്തരവൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അതിലെ ഉത്തരവിൽ നിന്നു ബാക്കി അതിൽ പ്രഖ്യാപനം നിന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.